പാർലമെന്റിൽ ഭരണഘടനാ ചർച്ചകൾ ഇന്നും തുടരും. ചർച്ചകൾക്കൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പ്രസംഗം നടത്തും. കോൺഗ്രസിന് ഭരണഘടനയേക്കാൾ വലുത് അധികാരമാണെന്ന ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിമർശിച്ചിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു തുടരുന്നുണ്ട്. ജിഷ്ണു, നമുക്കറിയാം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം അത് വളരെ സുപ്രധാനപ്പെട്ടതാണല്ലോ. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാകാം ചൂണ്ടിക്കാട്ടുക? ദേവിക, തീർച്ചയായും രാജ്യത്ത് പ്രധാന സേവകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് ഇന്ന് പാർലമെന്റും ഒപ്പം രാജ്യവും കാതോർക്കുകയാണ്. ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പാർലമെന്റിൽ പ്രത്യേക ചർച്ച നടക്കുന്നത്. ഇന്നലെ മുതൽ ആരംഭിച്ച ചർച്ച ഇന്നും തുടരും. ചർച്ചയുടെ ഏറ്റവും അവസാനത്തിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം ഉണ്ടാവുക. തീർച്ചയായും ഭരണഘടനാ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടും അതിൽ രാഷ്ട്രീയം കലർത്തി, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടും മുൻകാലങ്ങളിൽ ഭരണഘടനയ്ക്ക് നേരെയുണ്ടായിട്ടുള്ള വെല്ലുവിളികൾ, അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും നിലവിലെ സർക്കാരിന് മുൻപോട്ട് പോക്കും ഇതെല്ലാം വ്യക്തമാക്കുന്നതായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇക്കാര്യത്തിൽ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നത് തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ കൃത്യമായിരുന്നു. എങ്ങനെയാണ് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടത്, ഭരണഘടനയുടെ പകർപ്പ് പോക്കറ്റിലിട്ട് നടന്നതുകൊണ്ട് കാര്യമില്ല എന്നുള്ള വ്യക്തമായ വാക്കുകളാണ് രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുണ്ടായത്. മുൻപ് അധികാരം ലഭിച്ചപ്പോൾ ഭരണഘടനയ്ക്ക് യാതൊരു വിലയും നൽകാതെ അധികാരം വേണമോ അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണമോ എന്ന ചോദ്യങ്ങൾക്ക് അധികാരം മതിയെന്ന് ഉത്തരം നൽകുകയും അതിന് പിറകെ പോയവരുമാണ് കോൺഗ്രസ്. അവരുടെ തലമുറയാണ് ഇപ്പോൾ ഭരണഘടനയുടെ കോപ്പി പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്നത്. അത്തരത്തിൽ ഭരണഘടന പോക്കറ്റിലിട്ടത് കൊണ്ട് കാര്യമില്ല, ആ മൂല്യങ്ങളെ ശിരസിലേറ്റാൻ സാധിക്കണമെന്ന കൃത്യമായ വാക്കുകളോടെയായിരുന്നു ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ചകൾക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടക്കം കുറിച്ചത്. പിന്നീട് പ്രതിപക്ഷ നിരയിലെയും ഭരണപക്ഷ നിരയിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിച്ചു. ഇന്നലെ പ്രിയങ്കയുടെ ആദ്യ പ്രസംഗം ലോക്സഭയിൽ ഉണ്ടായിരുന്നു. ലോക്സഭാ അംഗം എന്നുള്ള രീതിയിൽ ആദ്യ പ്രസംഗം കുന്തമുനയായിരിക്കുമെന്നുള്ള വലിയ പ്രചാരണമെല്ലാം കോൺഗ്രസ് നടത്തിയിരുന്നെങ്കിലും അബദ്ധങ്ങൾ നിറഞ്ഞതായിരുന്നു പ്രിയങ്കയുടെ ലോക്സഭയിൽ ആദ്യ പ്രസംഗം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിൽ ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ തികച്ചും രാഷ്ട്രീയപരമായ വാക്കുകൾ മാത്രം കലർത്തുകയും ഒപ്പം സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തെ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയുമാണ് പ്രിയങ്ക ചെയ്തിട്ടുള്ളത്. ഹിമാചൽ പ്രദേശിലെ ഭരണ പിഴവ് ചൂണ്ടിക്കാട്ടുകയും ഹിമാചൽ പ്രദേശിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് അത് മുതലാളിമാർക്ക് വേണ്ടി മാത്രമാണ്, അവിടെ കർഷകർ കുഴപ്പത്തിലായിരിക്കുകയാണ്, പാവപ്പെട്ടവർക്ക് യാതൊരു നൽകുന്നില്ല എന്ന രൂക്ഷ വിമർശനം ഹിമാചലിനെതിരെ ഉയർത്തിയപ്പോൾ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് നടക്കുന്നത് എന്ന കാര്യം പോലും പ്രിയങ്ക പറഞ്ഞു. അത്തരത്തിൽ അബദ്ധം നിറഞ്ഞ പ്രസംഗമായിരുന്നു പ്രിയങ്കയുടേത്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെ പ്രതിപക്ഷ നേതാവ് രാഹുൽ തുടങ്ങിയവരും പാർലമെന്റിൽ സംസാരിക്കും. അമിത്ഷായുടെ വാക്കുകൾ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. രാജ്യത്തെ ക്രമസമാധാന നില സംബന്ധിച്ച് അതിർത്തി പ്രശ്നങ്ങൾ, ഭീകരവാദത്തിനെതിരെ സ്വീകരിക്കുന്ന നടപടികൾ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒപ്പം പ്രതിപക്ഷത്തിനും പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെയുള്ള വിമർശനം, അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഈ ചർച്ചകൾക്ക് ഏറ്റവും ഒടുവിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം ഉണ്ടാവുക. ഭരണഘടനാ ചർച്ചകൾക്കൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പ്രസംഗം നടത്തും. കോൺഗ്രസിന് ഭരണഘടനയേക്കാൾ വലുത് അധികാരമാണെന്ന ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്.